ജെറമിയ പ്രവാചകന്റെ പുസ്തകം അധ്യായം 37. സെദക്കിയായുടെ അഭ്യർത്ഥന. യഹോയാക്കീമിന്റെ മകനായ കോണിയായ്ക്കു പകരം ജോസിയായുടെ മകനായ സെദക്കിയ രാജ്യഭരണമേറ്റു. ബാബിലോൺ രാജാവായ നബൂഖദ്നേസറാണ് അവനെ യൂദാ രാജാവാക്കിയത്. എന്നാൽ അവനോ അവന്റെ ദാസരോ ദേശത്തെ ജനങ്ങളോ പ്രവാചകനായ ജെറമിയ വഴി കർത്താവ് അരുളി ചെയ്ത വചനം ശ്രവിച്ചില്ല. സെദക്കിയ രാജാവ് ശെലെമിയായുടെ പുത്രൻ യെഹുക്കാലിനെയും മാസേയയുടെ പുത്രനും പുരോഹിതനുമായ സെഫാനിയായെയും ജെറമിയ പ്രവാചകന്റെ അടുത്തയച്ച്, നമ്മുടെ ദൈവമായ കർത്താവിനോട് ഞങ്ങൾക്ക് വേണ്ടി അപേക്ഷിക്കുക എന്നു പറയിച്ചു. അന്ന് ജെറമിയ ജനത്തിന്റെ ഇടയിൽ സഞ്ചരിച്ചിരുന്നു. അവർ തടവിലാക്കപ്പെട്ടിരുന്നില്ല. ഫറവോയുടെ സൈന്യങ്ങൾ ഈജിപ്തിൽ നിന്ന് പുറപ്പെട്ടു. ജെറുസലേമിനെ ആക്രമിച്ചിരുന്ന കൽദായർ അത് കേട്ട് പിൻവാങ്ങി. അപ്പോൾ ജെറമിയ പ്രവാചകന് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി. ഇസ്രായേലിന്റെ ദൈവമായ കർത്താവ് അരുളി ചെയ്യുന്നു, എൻ്റെ ഹിതം ആരായാൻ നിങ്ങളെ എൻ്റെ അടുക്കലേക്ക് അയച്ച യൂദാ രാജാവിനോട് പറയുവിൻ, നിങ്ങളെ രക്ഷിക്കാൻ വന്ന ഫറവോയുടെ സൈന്യം തങ്ങളുടെ ദേശമായ ഈജിപ്തിലേക്ക് മടങ്ങും. കൽദായർ തിരിച്ചു വരും. അവർ ഈ നഗരത്തിനെതിരെ യുദ്ധം ചെയ്യുകയും അത് പിടിച്ചടക്കി അഗ്നിക്കിരയാക്കുകയും ചെയ്യും. കർത്താവ് അരുളി ചെയ്യുന്നു, കൽദായർ നമ്മെ വിട്ടു പോയിക്കൊള്ളുമെന്ന് പറഞ്ഞ് നിങ്ങൾ നിങ്ങളെ തന്നെ വഞ്ചിക്കേണ്ട. അവർ ഇവിടം വിട്ടു പോവുകയില്ല. നിങ്ങൾക്കെതിരെ യുദ്ധം ചെയ്യുന്ന കൽദായരുടെ സകല സൈന്യത്തെയും നിങ്ങൾ പരാജയപ്പെടുത്തുകയും മുറിവേറ്റവർ മാത്രമേ അവശേഷിച്ചുള്ളൂ എന്ന് വരികയും ചെയ്താലും ആ മുറിവേറ്റ ഓരോരുത്തരും കൂടാരങ്ങളിൽ നിന്ന് എഴുന്നേറ്റ് ഈ നഗരം ചുട്ടുചാമ്പലാക്കും. ജെറമിയ കാരാഗൃഹത്തിൽ. ഫറവോയുടെ സൈന്യത്തെ ഭയന്ന് കൽദായ സൈന്യം ജെറുസലേമിൽ നിന്ന് പിൻവാങ്ങിയപ്പോൾ ജെറമിയ കുടുംബാംഗങ്ങളുമായി അവകാശം പങ്കുവയ്ക്കാൻ ജെറുസലേമിൽ നിന്ന് ബെഞ്ചമിൻ ദേശത്തേക്ക് പുറപ്പെട്ടു. ബെഞ്ചമിൻ കവാടത്തിലെത്തിയപ്പോൾ ഇരിയ എന്നു പേരായ കാവൽ സേനാ നായകൻ ജെറമിയായെ തടഞ്ഞു നിർത്തി. ഹനനിയായുടെ മകനായ ശെലെമിയായുടെ മകനാണ് ഇരിയ. നീ കൽദായരോട് ചേരാൻ പോവുകയാണെന്ന് അവൻ ജെറമിയായോട് പറഞ്ഞു. അത് നുണയാണ്, ഞാൻ കൽദായരുടെ അടുക്കലേക്ക് പോവുകയല്ല എന്ന് ജെറമിയ പറഞ്ഞെങ്കിലും അത് സമ്മതിക്കാതെ ഇരിയ അവനെ പിടിച്ച് അധികാരികളുടെ മുൻപാകെ കൊണ്ടുവന്നു. കുപിതരായ അധികാരികൾ ജെറമിയായെ പ്രഹരിച്ച് തടവിലിട്ടു. കാര്യവിചാരകനായ ജോനാഥന്റെ വീടാണ് കാരാഗൃഹമായി ഉപയോഗിച്ചിരുന്നത്. കാരാഗൃഹത്തിലെ ഇരുട്ടറയിൽ ജെറമിയ വളരെ നാൾ കഴിച്ചുകൂട്ടി. സെദക്കിയ രാജാവ് ജെറമിയായെ ആളയച്ചു വരുത്തി കർത്താവിൽ നിന്ന് എന്തെങ്കിലും അരുളപ്പാടുണ്ടോ എന്ന് രഹസ്യമായി ചോദിച്ചു. ജെറമിയ പറഞ്ഞു, ഉണ്ട്, നീ ബാബിലോൺ രാജാവിന്റെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും. അനന്തരം ജെറമിയ സെദക്കിയ രാജാവിനോട് ചോദിച്ചു, നിനക്കോ നിന്റെ ദാസർക്കോ ഈ ജനത്തിനോ എതിരായി ഞാൻ എന്ത് തെറ്റു ചെയ്തിട്ടാണ് നീ എന്നെ തടവിലിട്ടത്? ബാബിലോൺ രാജാവ് നിനക്കും ഈ ദേശത്തിനുമെതിരെ വരികയില്ല എന്ന് നിങ്ങളോട് പ്രവചിച്ച നിങ്ങളുടെ പ്രവാചകന്മാർ എവിടെ? ആകയാൽ യജമാനനായ രാജാവ് എൻ്റെ അപേക്ഷ കേട്ടാലും എൻ്റെ വിനീതമായ യാചന അങ്ങ് സ്വീകരിക്കണമേ. ഞാൻ മരിച്ചു പോകാതിരിക്കാൻ കാര്യവിചാരകനായ ജോനാഥന്റെ ഭവനത്തിലേക്ക് എന്നെ തിരിച്ചയക്കരുതേ. ജെറമിയായെ കാവൽപ്പുരത്തളത്തിൽ സൂക്ഷിക്കാനും നഗരത്തിലെ അപ്പം തീരുന്നതുവരെ അപ്പക്കാരുടെ തെരുവിൽ നിന്ന് ദിവസവും ഓരോ കഷ്ണം അപ്പം കൊടുക്കാനും സെദക്കിയ രാജാവ് കൽപ്പിച്ചു. അങ്ങനെ ജെറമിയ കാവൽപ്പുരയുടെ തളത്തിൽ വസിച്ചു. അധ്യായം 38. ജെറമിയ കിണറ്റിൽ. മത്താന്റെ പുത്രൻ ഷെഫാത്തിയ, പാശൂറിന്റെ പുത്രൻ ഗദാലിയ, ശെലെമിയായുടെ പുത്രൻ യൂക്കാൽ, മൽക്കിയായുടെ പുത്രൻ പാശൂർ എന്നിവർ ജെറമിയ ജനത്തോട് ഇപ്രകാരം പറയുന്നത് കേട്ടു. കർത്താവ് അരുളി ചെയ്യുന്നു, ഈ നഗരത്തിൽ വസിക്കുന്നവരെല്ലാം വാളും ക്ഷാമവും പകർച്ചവ്യാധിയും വഴി മരിക്കും. എന്നാൽ കൽദായരുടെ അടുക്കിലേക്ക് പോകുന്നവർ ജീവിക്കും. കൊള്ളമുതലായി തീരുന്ന അവർക്ക് ജീവൻ നഷ്ടപ്പെടുകയില്ല. ഈ നഗരം ബാബിലോൺ രാജാവിന്റെ സൈന്യങ്ങളുടെ കയ്യിൽ ഏൽപ്പിക്കപ്പെടും. അവനത് കീഴടക്കുകയും ചെയ്യും. കർത്താവ് അരുളി ചെയ്യുന്നു. അപ്പോൾ പ്രഭുക്കന്മാർ രാജാവിനോട് പറഞ്ഞു, ഇവനെ വധിക്കണം. ഇപ്രകാരമുള്ള വാക്കുകൾ കൊണ്ട് നഗരത്തിൽ അവശേഷിച്ചിരിക്കുന്ന സൈന്യങ്ങളെയും ജനങ്ങളെയും ഇവൻ നിർവീര്യരാക്കുന്നു. ജനത്തിന് നന്മയല്ല, നാശമാണ് ഇവൻ ആഗ്രഹിക്കുന്നത്. സെദക്കിയ രാജാവ് പറഞ്ഞു, ഇതാ അവൻ നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങൾക്കെതിരെ യാതൊന്നും ചെയ്യാൻ രാജാവിന് സാധിക്കുകയില്ലല്ലോ. അവർ ജെറമിയായെ കാവൽപ്പുരയുടെ മുറ്റത്തുണ്ടായിരുന്ന കിണറ്റിലേക്ക് ഇറക്കി. രാജകുമാരൻ മൽക്കിയായുടെ കിണർ എന്നറിയപ്പെടുന്ന അതിലേക്ക് അവനെ കയറിൽ കെട്ടി താഴ്ത്തി. കിണറ്റിൽ ചെളിയല്ലാതെ വെള്ളമില്ലായിരുന്നു. ജെറമിയ ചെളിയിൽ താണു. അവർ ജെറമിയായെ കിണറ്റിൽ താഴ്ത്തിയെന്ന് കൊട്ടാരത്തിലുണ്ടായിരുന്ന എത്യോപ്യക്കാരനായ
ഏബദ് മെലേക്ക് എന്ന ഷണ്ഡൻ കേട്ടു. രാജാവ് ബെഞ്ചമിൻ കവാടത്തിൽ ഇരിക്കുകയായിരുന്നു. ഏബദ് മെലേക്ക് കൊട്ടാരത്തിൽ നിന്ന് ഇറങ്ങിച്ചെന്ന് രാജാവിനോട് പറഞ്ഞു, യജമാനനായ രാജാവേ, ജെറമിയായെ കിണറ്റിൽ താഴ്ത്തിയ ഇവർ തിന്മ ചെയ്തിരിക്കുന്നു. അവൻ എവിടെ കിടന്ന് വിശന്നു മരിക്കും. നഗരത്തിൽ അപ്പം തീർന്നു പോയിരിക്കുന്നു. രാജാവ് എത്യോപ്യക്കാരനായ എബദ് മെലക്കിനോട് കൽപ്പിച്ചു, നീ ഇവിടെ നിന്ന് 3 പേരെയും കൂട്ടിക്കൊണ്ട് ജെറമിയ പ്രവാചകനെ മരിക്കുന്നതിന് മുൻപ് കിണറ്റിൽ നിന്ന് കയറ്റുക. അതനുസരിച്ച് എബദ് മെലേക്ക് ആളുകളെയും കൂട്ടിക്കൊണ്ട് കൊട്ടാരത്തിൽ വസ്ത്രം സൂക്ഷിക്കുന്ന മുറിയിൽ നിന്ന് കീറിയ പഴന്തുണികളെടുത്ത് ജെറമിയായ്ക്ക് കിണറ്റിലേക്ക് കയറുവഴി ഇറക്കിക്കൊടുത്തു. ഈ പഴന്തുണികൾ കക്ഷത്തിൽ വെച്ച് അതിനു പുറമെ കയറിടുക എന്ന് അവൻ ജെറമിയായോട് പറഞ്ഞു. ജെറമിയ അങ്ങനെ ചെയ്തു. അവർ ജെറമിയായെ കിണറ്റിൽ നിന്ന് കയറുകൊണ്ട് വലിച്ചു കയറ്റി. ജെറമിയ കാവൽപ്പുര തളത്തിൽ വാസം തുടർന്നു. സെദക്കിയ ഉപദേശം തേടുന്നു. സെദക്കിയ രാജാവ് കർത്താവിൻ്റെ ആലയത്തിൻ്റെ 3-ാം കവാടത്തിലേക്ക് ജെറമിയ പ്രവാചകനെ ആളയച്ചു വരുത്തി. ഞാൻ നിന്നോടൊന്ന് ചോദിക്കാം, ഒന്നും മറച്ചു വെക്കരുത് എന്ന് പറഞ്ഞു. ജെറമിയ സെദക്കിയായോട് പറഞ്ഞു, ഞാൻ പറഞ്ഞാൽ നീ എന്നെ കൊല്ലുകയില്ലേ? എൻ്റെ ഉപദേശം നീ സ്വീകരിക്കുകയില്ല. അപ്പോൾ സെദക്കിയ രാജാവ് ജെറമിയായോട് രഹസ്യമായി ശപഥം ചെയ്തു പറഞ്ഞു, നമുക്ക് ജീവൻ നൽകിയ കർത്താവാണേ, ഞാൻ നിന്നെ വധിക്കുകയോ വധിക്കാൻ ശ്രമിക്കുന്നവരുടെ കൈകളിൽ ഏൽപ്പിച്ചു കൊടുക്കുകയോ ഇല്ല. അപ്പോൾ ജെറമിയ സെദക്കിയായോട് പറഞ്ഞു, ഇസ്രായേലിൻ്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു, ബാബിലോൺ രാജാവിൻ്റെ പ്രഭുക്കന്മാർക്ക് നീ കീഴ്പ്പെടുകയാണെങ്കിൽ നിന്റെ ജീവൻ രക്ഷപ്പെടും. നഗരം അഗ്നിക്ക് ഇരയാവുകയില്ല. നീയും നിന്റെ കുടുംബവും ജീവിക്കും. എന്നാൽ നീ ബാബിലോൺ രാജാവിൻ്റെ പ്രഭുക്കന്മാർക്ക് കീഴ്പ്പെടുന്നില്ലെങ്കിൽ ഈ നഗരം കൽദായരുടെ കൈകളിൽ ഏൽപ്പിക്കപ്പെടും. അവർ അത് ചുട്ടു ചാമ്പലാക്കും. അവരുടെ കൈകളിൽ നിന്ന് നീ രക്ഷപ്പെടുകയില്ല. സെദക്കിയ രാജാവ് ജെറമിയായോട് പറഞ്ഞു, കൽദായർ തങ്ങളുടെ പക്ഷത്ത് ചേർന്നിരിക്കുന്ന യഹൂദരുടെ കൈകളിൽ എന്നെ ഏൽപ്പിച്ചു കൊടുക്കുകയും അവർ എന്നെ ഉപദ്രവിക്കുകയും ചെയ്തേക്കുമെന്ന് ഞാൻ ഭയപ്പെടുന്നു. ജെറമിയ പറഞ്ഞു, നിന്നെ അവർക്ക് ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. ഞാൻ നിന്നോട് പറയുന്ന കർത്താവിൻ്റെ വാക്ക് കേൾക്കുക. നിനക്ക് ശുഭം ഭവിക്കും. നിന്റെ ജീവൻ സുരക്ഷിതമായിരിക്കും. എന്നാൽ നീ കീഴടങ്ങാൻ വിസമ്മതിച്ചാൽ ഇതാണ് കർത്താവ് എനിക്ക് വെളിപ്പെടുത്തിയിരിക്കുന്നത്. യൂദാ രാജാവിൻ്റെ കൊട്ടാരത്തിൽ അവശേഷിച്ചിരിക്കുന്ന സ്ത്രീകളെ ബാബിലോൺ രാജാവിൻ്റെ പ്രഭുക്കന്മാരുടെ അടുക്കിലേക്ക് കൊണ്ടുപോകും. നിന്റെ വിശ്വസ്ത മിത്രങ്ങൾ നിന്നെ വഞ്ചിച്ചു. അവർ നിന്നെ തോൽപ്പിച്ചു. നിന്റെ കാൽ ചെളിയിൽ താണപ്പോൾ അവർ അകന്നുപോയി എന്നവർ പറയും. നിന്റെ ഭാര്യമാരും മക്കളുമെല്ലാം കൽദായരുടെ അടുക്കിലേക്ക് അനയിക്കപ്പെടും. നീയും അവരുടെ കൈകളിൽ നിന്ന് രക്ഷപ്പെടുകയില്ല. ബാബിലോൺ രാജാവിൻ്റെ കൈകളിൽ നീ ഏൽപ്പിക്കപ്പെടും. ഈ നഗരം അഗ്നിക്കിരയാവുകയും ചെയ്യും. സെദക്കിയ ജെറമിയായോട് പറഞ്ഞു, ഇക്കാര്യം ആരും അറിയരുത്. എന്നാൽ നീ മരിക്കുകയില്ല. ഞാൻ നിന്നോട് സംസാരിച്ചുവെന്നറിഞ്ഞ് പ്രഭുക്കന്മാർ നിന്റെ അടുക്കൽ വന്ന്, നീ രാജാവിനോട് എന്തു പറഞ്ഞു? രാജാവ് നിന്നോട് എന്തു പറഞ്ഞു? ഒന്നും മറച്ചു വെക്കരുത്. എന്നാൽ ഞങ്ങൾ നിന്നെ വധിക്കുകയില്ല എന്ന് പറയുകയാണെങ്കിൽ ഞാൻ മരിച്ചു പോകാതിരിക്കാൻ എന്നെ ജോനാഥൻ്റെ ഭവനത്തിലേക്ക് തിരിച്ചയക്കരുത് എന്ന് രാജസന്നിധിയിൽ അപേക്ഷിക്കുകയായിരുന്നു എന്ന് അവരോട് പറയണം. പ്രഭുക്കന്മാർ ഒന്നിച്ചുകൂടി ജെറമിയായെ ചോദ്യം ചെയ്തു. രാജാവ് തന്നോട് കൽപ്പിച്ചതുപോലെ ജെറമിയ അവരോട് പറഞ്ഞു. അവർ അവനെ വിട്ടുപോയി. എന്തെന്നാൽ രാജാവ് നടത്തിയ സംഭാഷണം മറ്റാരും കേട്ടിരുന്നില്ല. ജെറുസലേം പിടിച്ചടക്കപ്പെട്ട നാൾ വരെ ജെറമിയ കാവൽപ്പുര തളത്തിൽ വസിച്ചു. അധ്യായം 39. ജെറുസലേമിൻ്റെ പതനം. യൂദാ രാജാവായ സെദക്കിയായുടെ ഭരണത്തിൻ്റെ 9-ാം വർഷം 10-ാം മാസം ബാബിലോൺ രാജാവ് നബൂഖദ്നേസർ തൻ്റെ സൈന്യം മുഴുവനോട് കൂടെ ജെറുസലേം വളഞ്ഞു. സെദക്കിയായുടെ 11-ാം വർഷം 4-ാം മാസം 9-ാം ദിവസം കോട്ട ഭേദിക്കപ്പെട്ടു. ജെറുസലേം പിടിച്ചടക്കിയ ശേഷം ബാബിലോൺ രാജാവിൻ്റെ പ്രഭുക്കന്മാർ സിൻമാഗീറിലെ പ്രഭു നെർഗാൽ ശരേസർ, കൊട്ടാരം വിചാരിപ്പുകാരൻ നെബുഷാസ്ബാൻ, അതിർത്തി സൈന്യത്തിൻ്റെ നായകൻ നെർഗാൽ ശരേസർ എന്നിവരും മറ്റു സേവകന്മാരും നഗരത്തിൻ്റെ മധ്യവാതിൽക്കൽ സമ്മേളിച്ചു. അവരെ കണ്ടപ്പോൾ സെദക്കിയ രാജാവും യോദ്ധാക്കളും രാത്രിയിൽ കൊട്ടാരത്തിൻ്റെ ഉദ്യാനത്തിലൂടെ 2 മതിലുകൾക്കിടയിലുള്ള വാതിലുകൾ കടന്ന് അരാബായിലേക്കുള്ള വഴിയെ പലായനം ചെയ്തു. എന്നാൽ കൽദായ സൈന്യം അവരെ പിന്തുടർന്നു. ജെറീക്കോ സമതലത്തിൽ വെച്ച് സെദക്കിയായെ വളഞ്ഞ് തടവുകാരനാക്കി ഹമാത്ത് പ്രദേശത്ത് റിപ്ലായിൽ ബാബിലോൺ രാജാവായ നബൂഖദ്നേസറിൻ്റെ അടുക്കൽ കൊണ്ടുവന്നു. സെദക്കിയായുടെ മേൽ അവൻ വിധി കൽപ്പിച്ചു. ബാബിലോൺ രാജാവ് അവിടെ വെച്ച് സെദക്കിയ കാണുകെ അവൻ്റെ പുത്രന്മാരെയും പ്രഭുക്കന്മാരെയും വധിച്ചു. സെദക്കിയായുടെ കണ്ണുകൾ ചൂഴ്ന്നു കളഞ്ഞ് ബാബിലോണിലേക്ക് കൊണ്ടുപോകാൻ അവനെ ചെങ്ങല കൊണ്ട് ബന്ധിച്ചു. കൽദായർ രാജകൊട്ടാരവും
ജനങ്ങളുടെ വീടുകളും ചുട്ടെരിച്ചു. ജെറുസലേം മതിലുകൾ ഇടിച്ചു തകർത്തു. തൻ്റെ അടുക്കൽ അഭയം പ്രാപിച്ചവരെയും നഗരത്തിൽ അവശേഷിച്ചവരെയും സേനാനായകനായ നെബൂസരദാൻ ബാബിലോണിലേക്ക് നാടുകടത്തി. എന്നാൽ സ്വന്തമായി ഒന്നുമില്ലാതിരുന്ന കുറെ ദരിദ്രരെ യൂദാദേശത്ത് തന്നെ അവൻ പാർപ്പിച്ചു. അവർക്ക് മുന്തിരിത്തോട്ടങ്ങളും വയലുകളും നൽകി. ജെറമിയായുടെ മോചനം. ബാബിലോൺ രാജാവായ നബൂഖദ്നേസർ സേനാനായകനായ നെബൂസരദാനോട് ജെറമിയായെക്കുറിച്ച് ഇപ്രകാരം കൽപ്പിച്ചു: നീ അവനെ കൊണ്ടുവന്ന് പരിരക്ഷിക്കുക. അവന് യാതൊരു ഉപദ്രവവും നേരിടരുത്. അവൻ ആവശ്യപ്പെടുന്നത് പോലെ നീ അവനോട് വർത്തിച്ചു കൊള്ളണം. അതനുസരിച്ച് ബാബിലോൺ രാജാവിൻ്റെ അംഗരക്ഷകനായ നെബൂസരദാൻ, കൊട്ടാരം വിചാരിപ്പുകാരനായ നെബൂഷസ്ബാൻ, അതിർത്തി സൈന്യത്തിന്റെ നായകൻ നെർഗാൽ ശരേസർ എന്നിവരും മറ്റു സേവകരും ചേർന്ന് ആളയച്ചു. ജെറമിയായെ കാവൽപ്പുരത്തളത്തിൽ നിന്ന് വരുത്തി. അവനെ ഷാഫാന്റെ മകനായ അഹിക്കാമിന്റെ മകൻ ഗദാലിയായെ ഏൽപ്പിച്ചു. അവൻ ജെറമിയായെ തൻ്റെ വീട്ടിൽ കൊണ്ടുപോയി. അങ്ങനെ ജെറമിയ ജനത്തിന്റെ ഇടയിൽ വസിച്ചു. കാവൽപ്പുരത്തളത്തിൽ ബന്ധനസ്ഥനായിരുന്നപ്പോൾ ജെറമിയായ്ക്ക് കർത്താവിന്റെ അരുളപ്പാടുണ്ടായി: നീ പോയി എത്യോപ്യക്കാരൻ എബദ്മെലെക്കിനോട് പറയുക, ഇസ്രായേലിന്റെ ദൈവമായ സൈന്യങ്ങളുടെ കർത്താവ് അരുളി ചെയ്യുന്നു: ഞാൻ പറഞ്ഞിരുന്നതുപോലെ നന്മയല്ല തിന്മ ഈ നഗരത്തിന്റെ മേൽ ഞാൻ വരുത്താൻ പോകുന്നു. നിന്റെ കണ്ണുകൾ അത് കാണും. അന്ന് നിന്നെ ഞാൻ രക്ഷിക്കുമെന്ന് കർത്താവ് അരുളി ചെയ്യുന്നു. നീ ഭയപ്പെടുന്നവരുടെ കയ്യിൽ നിന്നെ ഞാൻ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല. ഞാൻ നിന്നെ നിശ്ചയമായും രക്ഷിക്കും. നീ വാളിനിരയാവുകയില്ല. യുദ്ധസമ്മാനമായി നിന്റെ ജീവൻ സംരക്ഷിക്കപ്പെടും. എന്തെന്നാൽ നീ എന്നിൽ ആശ്രയിച്ചു. കർത്താവ് അരുളി ചെയ്യുന്നു. ദൈവമായ കർത്താവിന് സ്തുതി.